തൃശൂർ ചായ്പൻകുഴി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ ജീവനക്കാരുടെ പരാതി. പ്രതികാര നടപടിയുടെ ഭാഗമായി കീഴുദ്യോഗസ്ഥരെ തൊഴിൽ പീഡനത്തിനിരയാക്കുന്നു എന്നാണ് പരാതി. ഡെപ്യൂട്ടി റേഞ്ചർ അനിൽകുമാറിനെതിരെ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ പരാതിയും നൽകി. എനിക്ക് ഓഫായിരുന്നു. പിറ്റേ ദിവസം ഞാൻ സാറിനെ വിളിച്ചു, അനിൽ സാറിനെ. സാറേ, എനിക്ക് തീരെ വയ്യ, ഉള്ളിലൊക്കെ ഭയങ്കര പനിയാണ്. അപ്പോൾ ഇന്നും കൂടി എനിക്ക് ലീവ് തന്നാൽ ഇത് പനി ഞാൻ ആശുപത്രിയിൽ നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇപ്പോൾ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകണമെന്ന്. അങ്ങനെയാണ് ഞാൻ കാലിക്കടവ് ക്യാമ്പിലേക്ക് പോകുന്നത്. നേരം എടുത്തപ്പോൾ എനിക്ക് എണിക്കാൻ പറ്റില്ല, കാലം നീരായി, മൊത്തം നീര്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വച്ചിരുന്നു. അമൽ, ദീർഘനാളായി ഈ തൊഴിൽ പീഡനം തുടരുന്നു, ലീവൊന്നും കൊടുക്കുന്നില്ല എന്നതാണ് അവരുടെ പരാതി. ഹാഷ്മി, അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരേ സമയം ദയയും അമർഷവും തോന്നും. അദ്ദേഹത്തിൻ്റെ പരിതാപകരമായ വാക്കുകൾ, ആ വ്രണം, ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്നത് വല്ലാത്തൊരു രോഷം തന്നെയാണ്. ഏതായാലും ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവതരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ജാതി അധിക്ഷേപവും ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ജാതി അധിക്ഷേപം വിശ്വനാഥൻ എന്ന് പറയുന്ന വാച്ചർക്കെതിരെയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് വിശ്വനാഥൻ തൻ്റെ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയുണ്ടായി ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിൽകുമാറിനെതിരെ. പക്ഷേ ആ ഒരു പരാതിയിൽ യാതൊരു നടപടിയും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതേ തുടർന്ന് ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കുറെ കൂടി കർക്കശമായിട്ട്, അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള കുറെ കൂടി കടുപ്പിച്ചുള്ള നടപടികൾ ഈ വാച്ചർക്ക് വിശ്വനാഥനെതിരെ എടുക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇയാൾ ഈ തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനിൽ നിന്ന് തൊഴിൽ പീഡനം ഉണ്ടാകുന്നത്. ഇതേ തുടർന്നാണ് വാച്ചർ പനി ബാധിതനാവുകയും തനിക്ക് ഓഫീസിൽ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ തൻ്റെ ഫീൽഡിൽ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല, തനിക്ക് ലീവ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അവധി പാടെ നിഷേധിച്ച് കളയുകയും വല്ലാത്തൊരു തൊഴിൽ പീഡനം തന്നെയാണ് അവിടെ നൽകിയത്. ഇയാൾ നിർബന്ധിതമായിട്ട് ഉൾവനത്തിലെ OP-യിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനാവുകയുമായിരുന്നു. അതേ തുടർന്നാണ് ഇയാൾക്ക് പനി കൂടുകയും കാലിൽ നീര് വയ്ക്കുന്നതും വ്രണമാവുകയും ചെയ്തത്. ആ വ്രണം കൂടി അങ്ങേയറ്റം അത്യാസന്നമായ നിലയിലെത്തി മരണത്തോടടുക്കുന്ന ഒരു സമയത്താണ് പുറത്തു നിന്ന് വന്ന ആളുകൾ ഇയാളെ വനത്തിനുള്ളിൽ നിന്ന് കണ്ടെടുത്തുന്നതും ആശുപത്രിയിലാക്കുന്നതും. ഇതേ തുടർന്നാണ് ഈ ഒരു വിഷയം പുറത്തു വരുന്നതും. വിശ്വനാഥൻ സ്വന്തം വകുപ്പിലും പോലീസിലും പരാതി നൽകാൻ നിർബന്ധിതനാകുന്നു. ഈ വിശ്വനാഥൻ മാത്രമല്ല, ഈ വനം വകുപ്പിൽപ്പെട്ട പല സ്ത്രീ തൊഴിലാളികളും ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കെതിരെ ഇതിനോടകം ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ഈ റേഞ്ച് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഇവർക്ക് നേരിടുന്നത് കനത്ത തൊഴിലാളി പീഡനമാണെന്നാണ് ഇതിനോടകം അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹാഷ്മി, അമൽ സുരേന്ദ്രനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത്തരത്തിൽ ദീർഘനാളായി ഈ ഡെപ്യൂട്ടി റേഞ്ചർ അനിൽകുമാർ ഉപദ്രവിക്കുന്നു എന്നാണ് ജീവനക്കാരുടെ പരാതി. അതിന് തെളിവടക്കം അവർ കാര്യകാരണ സഹിതം പറയുകയാണ്. വനിതാ ജീവനക്കാരടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇനി ആൾക്ഷാമത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കണം, അതല്ലാതെ ഉള്ള ആൾക്കാരെ ഇട്ട് കൊല്ലാക്കലയ്യാവും. അമൽ സുരേന്ദ്രനാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്.